ഹായ്, നമസ്കാരം. അങ്ങനെ ഗോവയിൽ വന്നതിൻ്റെ 4-ാം ദിവസം ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാം റെഡിയായി പോകാനായിട്ട്, പുറത്തോട്ട് പോകാനായിട്ട്. ഇന്ന് ബോട്ടിങ്ങും വാട്ടർ ആക്ടിവിറ്റികളൊക്കെയാണ്. അഡ്വാൻസ് ബുക്കൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും പോകാനായിട്ടൊക്കെ റെഡിയായി റൂമിൽ നിന്നും പതുക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1 മണി മുതൽ ബോട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ആക്ടിവിറ്റി ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 1 മണിക്കാണ്. അപ്പം എല്ലാവരും പതുക്കെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്ത് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇഡ്ഡലിയും ഉഴുന്നുവടയും മസാല ദോശയൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ റേറ്റ് ഭയങ്കര റേറ്റാണ് നമ്മൾ കേരളമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബോട്ടിങ്ങിനൊക്കെ ഉള്ള ത്രില്ലിലാണ്. ബോട്ടിങ്ങിൽ പോകാനായിട്ട് കുഞ്ഞുവാവ ഒന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എണീപ്പിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ പനാജിയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇന്ന് ഇച്ചിരി തിരക്കുണ്ട്. റോഡുകൾ നിറയെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം വണ്ടികളും വഴിയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് പറ്റിയൊരു അബദ്ധത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഓൺലൈൻ ബുക്കിംഗ് ചെയ്യരുത് ബോട്ടും കാര്യങ്ങളൊന്നും. ഞങ്ങൾക്ക് ചെറിയതായിട്ട് പൈസയൊന്ന് പോയി. ഞങ്ങൾ വിളിച്ച് ഞാൻ ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാം എടുത്തതിന് ശേഷമാണ് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തത്. ലൊക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കി പനാജി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊരു സംഭവമില്ല. അപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, അങ്ങനെയൊരു സംഭവം ഇവിടെ നേരിട്ട് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, നിങ്ങൾ ഈ പറഞ്ഞ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിനടിയിൽ പോകുന്ന പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ കാശ് പോയത് പോയി. പുതിയതായിട്ട് വീണ്ടും അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ബോട്ട് വന്നു. അപ്പം ഒരു ലെയർ എയർ കണ്ടീഷൻഡാണ്. പിന്നെ അപ്പർ ഡെക്ക്, അതിൻ്റെ മിഡിലായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ബാർ കൗണ്ടറുകളൊക്കെ ഉള്ളൊരു രീതിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല തിരക്ക്, അത്യാവശ്യം ആളുകളുണ്ട്. പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെ തിരക്ക് കൂടിയ ദിവസത്തിൽ പോകാൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഒരു രാവിലെ ബുക്ക് ചെയ്ത എമൗണ്ട് പോയത് കൊണ്ടുള്ള ഇതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിനുള്ളിൽ കയറി. ബോട്ടിനുള്ളിലൊക്കെ എയർ കണ്ടീഷൻഡാണ്. പുറത്തെ ചൂടൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ആളുകളൊക്കെ നിറഞ്ഞു തുടങ്ങി. നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒരാൾ വന്ന് എന്തൊക്കെയാണ് ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഫുഡ് കാര്യങ്ങളൊക്കെ മുകളിൽ അറേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗോവയിൽ അത്യാവശ്യം എന്തെങ്കിലും ലിക്കറൊക്കെ കഴിക്കുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് തോന്നുന്നു. നമുക്കെന്തായാലും ആ പരിപാടി ഇല്ലാത്തത് കൊണ്ട് കാര്യമായ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. കുറേ കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ പനാജി പാലത്തിൻ്റെ അടിയിലൂടെ ഞങ്ങൾ പതുക്കെ ബോട്ടിങ് ആരംഭിച്ചു. അപ്പോൾ കയ്യിൽ കുറേ കൂപ്പണൊക്കെ ഇരിപ്പുണ്ട്. ഫുഡ് ഓൾറെഡി ഇതിനകത്ത് ഫ്രീ ആണ്. പിന്നെ ഈ കൂപ്പൺ എവിടെ ക്ലെയിം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കുട്ടികളെല്ലാം വല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേർ അവിടെ അതിനുള്ളിൽ പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു. ചടുപ്പി പോപ്കോണൊക്കെ മേടിച്ചു. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഡാൻസൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ മേളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ബൊഫെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം സഞ്ചാരികളുടെ ബോട്ടുകളൊക്കെ അതിലെ പോകുന്നുണ്ട്. എന്തായാലും രസകരമായൊരു യാത്രയാണ്. വളരെ സ്ലോയിലാണ് ബോട്ടൊക്കെ പോകുന്നത്. കാരണം വാട്ടർ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്ത് അവർ 6 മണി വരെയുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എത്തി ബോട്ടൊരു സെൻറ്ററിൽ കൊണ്ടുപോയി നിർത്തി. അവരെ തന്നെ ബോട്ടിനോട് ചേർത്ത് തന്നെ വാട്ടർ ആക്ടിവിറ്റികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യം ഇച്ചിരി പേടിയുള്ളതായതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. തന്നെയല്ല, ചെറിയ 2 കുട്ടികൾക്ക് കയറാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അപ്പം വൈഫും മൂത്തയാളും വാട്ടർ ആക്ടിവിറ്റിക്കായി പോയി. ബാക്കി ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് വെറുതെ ഫ്രീ ആയിട്ട് കയ്യിലിരിക്കുകയാണ്. അപ്പം അവർ രണ്ടുപേരും വാട്ടർ ആക്ടിവിറ്റിക്കായിട്ട് ചാടിയിറങ്ങി. ബനാന ബോട്ടിലും അതുപോലെ തന്നെ കൊട്ടവഞ്ചി പോലത്തെ ഒരു സാധനത്തിലൊക്കെ കയറി അവർ ആസ്വദിക്കുകയാണ്. അപ്പം ഞങ്ങളതിൻ്റെ ഏറ്റവും മേളത്തെ ഡെക്കിൽ കയറി നിന്നുകൊണ്ട് ഇത് കാണുകയാണ്. ഇളയ 2 ആൾക്കാരും കരച്ചിലാണ്. കാരണം അവർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലാണ്. കയ്യിൽ ബാൻഡുള്ളവർക്ക് മാത്രം, ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ബാൻഡുള്ളൂ. ഇളയ കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവർക്ക് ബാൻഡും ഇല്ല. അപ്പം എന്തായാലും ഞങ്ങൾ കൂടെയുള്ള 2 പേരുടെയും ബാൻഡ് വെറുതെ പാഴാണ്. ഞങ്ങൾ 2 പേരും വെള്ളത്തിൽ പോകുന്നുമില്ല. അപ്പം എന്തായാലും അവർ എൻജോയ് ചെയ്യട്ടെ. വൈഫിന് ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാരാഗ്ലൈഡിംഗ് ഒക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തത്. പക്ഷേ പാരാഗ്ലൈഡിംഗ് ഗോവയിൽ നിരോധിച്ചിരിക്കുകയാണ്. ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. ഡിസംബർ മാസങ്ങളിൽ മാത്രമേ പാരാഗ്ലൈഡിംഗ് അനുവദിക്കുകയുള്ളൂ. പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ഇതൊക്കെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേർത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം എന്തായാലും അത് പരിപാടി ഇല്ല എന്നുള്ള മനസ്സിലായി. അപ്പം ഇനി ഗോവയിൽ പോകുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ സ്റ്റാർ റേറ്റിംഗ് കണ്ടുകൊണ്ട് ഗൂഗിളിൽ കയറി ഒരിക്കലും ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇതാണ്. ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഇറങ്ങുന്നോടം വരെ ഞങ്ങളെ ഫോളോ ചെയ്ത ആളുകളാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരാൾക്കാരില്ല എന്നുള്ളത്
മനസ്സിലാവുന്നത്. എന്തായാലും അവർ ബനാന റൈഡൊക്കെ കഴിഞ്ഞു. ഇവരും ചെറിയൊരു ഗോവ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പരിപാടികളിലെല്ലാം ചെറിയ ചെറിയ തട്ടിപ്പുകളാണ്. കാരണം ജസ്റ്റ് ഒന്നിങ്ങനെ കൊണ്ടുപോയി ഒരു മിനിറ്റ് താഴെ നിൽക്കുന്ന ഒരു കറക്കം, ആ ഒരു മിനിറ്റ് കറക്കത്താണ് ഇവരുടെ ആക്ടിവിറ്റികളിലൊക്കെ പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇതാണ്. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഒറ്റ ബോട്ടിന് ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ച് നേരെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതൊക്കെ ഉള്ളൂ. എന്തായാലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെള്ളം പേടിയായതുകൊണ്ട്, വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വലിയ പേടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോയില്ല. സോബിനും കൊടുത്തി വന്നെങ്കിലും ആളും ഇറങ്ങിയില്ല. ആൾ കൂപ്പണൊക്കെ പതുക്കെ ക്ലെയിം ചെയ്ത് പതുക്കെ കുറേ ബിയറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കിട്ടിയ കൂപ്പണൊക്കെ എങ്ങനെയൊരു കുട്ടികൾ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കുറച്ച് ഉപയോഗിച്ചു. ബാക്കി കൂപ്പണുകളൊക്കെ ആശാൻ ബിയർ മേടിച്ച് പതുക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ലിക്കറൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനുള്ള ആളുകൾക്ക് ബെസ്റ്റാണ്. അവൻ പതുക്കെ ഓരോ കൂപ്പൺ കൊണ്ടുപോയി കൊടുക്കുക, ഓരോ ബിയർ മേടിച്ച് കുടിക്കുക, അത് തന്നെ ആളുടെ പണി. തിരിച്ച് വണ്ടി ഓടിക്കാൻ ഞാനുണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ്. വൈഫും വാട്ടർ സ്കൂട്ടറിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്നുണ്ട്. മൂത്തയാളും പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കത്തെ ആൾ നിന്നുകൊണ്ട് അപ്പു ഭയങ്കര കരച്ചിലാണ്, അപ്പുവിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബാൻഡ് അഴിച്ച് അപ്പുവിൻ്റെ കയ്യെ കെട്ടിയിട്ട് അറിയാത്ത മട്ടിൽ താഴെ പോയി അവരോട് പറഞ്ഞു ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അനുവാദം ചോദിച്ചു. ആളെ കയറ്റി അപ്പുവിനെ കയറ്റി, അപ്പുവിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് അപ്പുവിനെ ഒന്ന് കയറ്റി വിടുവാണ്. വാട്ടർ ഇതിൽ മാത്രം ഒന്ന് കയറ്റി വിട്ടു. അപ്പം എൻ്റെ കയ്യിൽ ബാൻഡ് അഴിച്ച് ഞാൻ കൊടുത്തു. അങ്ങനെ ആളെയും കിട്ടിയ ആളുടെ കരച്ചിലൊന്ന് ഒഴിവാക്കി. അപ്പോൾ ഇളയാൾ ഭയങ്കര കരച്ചിലായിട്ട് മേളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻജോയിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻജോയിങ് ഉണ്ട്. എന്നാൽ ഇത്തരം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്നുള്ളത് കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ എന്തായാലും ബോട്ടിങ്ങും എല്ലാ റൈഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടുത്ത് മേളിൽ കയറി വന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സും കുട്ടികൾ പോപ്കോണൊക്കെ മേടിച്ചു, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കഴിച്ച് ബാലൻസ് കൂപ്പണ് എല്ലാം ക്ലെയിം ചെയ്ത് അവസാനിപ്പിച്ചു. ദെൻ താഴെ അന്നേരത്തിനും ഡി ജെ തുടങ്ങിയപ്പോഴത്തേനും എല്ലാവരും അതിൻ്റെ മൂഡിലേക്ക് മാറി. അതിനുള്ളിൽ കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അപ്പം ഇളയ രണ്ടാൾക്കാരും ഡാൻസിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. സോബിനും 3-4 ബിയർ അടിച്ചതിൻ്റെ ഒരു ആവേശത്തിൽ അവനും അവൻ്റെ കൈ വയ്യെങ്കിലും കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ക്യാമറ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ചാടാനൊന്നും പറ്റിയില്ല. അപ്പം എന്തായാലും മൂത്തയാൾക്ക് ചെറിയൊരു ചമ്മലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൂത്തയാൾ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ഷൈയാണ്. അപ്പോൾ ആൾ പതുക്കെ വലിഞ്ഞ് അവിടെ നിന്നു. ആൾക്ക് പിന്നെ ഒത്തിരി സൗണ്ടും ലൈറ്റും ഒന്നും പറ്റത്തില്ല. അപ്പം എന്തായാലും ബാക്കി രണ്ടുപേരും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ തുടങ്ങി. ബോട്ടിലുള്ള ബാക്കിയുള്ള ആളുകളും കുറച്ച് 1-2 മലയാളി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ രണ്ടുപേരും പാട്ടിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് തുടങ്ങി. കുറേയധികം പാട്ടുകളുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും വെള്ളത്തിന് നടക്ക് ബോട്ട് തിരിച്ചു പോകുമ്പോൾ മുഴുവൻ DJ ആണ്. എന്തായാലും കുട്ടികളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോവയ്ക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പൈസ പോണ വഴി അറിയില്ല. അത് തിരിച്ച് കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല. ഗോവ അവർ പറയുന്നത് ഇതൊക്കെ സ്ഥിരം സംഭവമാണെന്നുള്ള സാമട്ടിലാണ് അവരുടെ ഇടപാട്. അപ്പം എന്തായാലും കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ഞങ്ങൾ ബോട്ടിങ് ആക്ടിവിറ്റി കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ രസകരമായിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്രയും അങ്ങോട്ട് രാവിലെ പൈസയൊക്കെ പോയതിൻ്റെ ആയിരിക്കാം ഒരു എൻജോയ്മെൻറ്റ് അങ്ങോട്ട് ചെയ്തില്ല. കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ സന്തോഷമാണല്ലോ വലുത്. അപ്പം ബോട്ടിലുള്ള എല്ലാവരും നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികൾ അതിനൊപ്പം തന്നെ ഒരു മടുപ്പും ഇല്ലാണ്ട് വളരെ ആഘോഷത്തിലാണ്. വൈഫും മൂത്തയാളും അന്നേരത്തിന് അപ്പുറം ഡെക്കിലേക്ക് പോയി. അവരോടെ പോയി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയി. അപ്പം സോബിനും കൈ ഇടയ്ക്കൊന്ന് ഷോൾഡർ തെന്നിയതുകൊണ്ട് ആളും ഡാൻസ് നിർത്തി മേളിലേക്ക് പോയി. അപ്പം ഞങ്ങൾ 3 പേരുമാണ് താഴെയുള്ളത്. അപ്പം അവിടെ കപ്പിൾസൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. കുഞ്ഞുവാവ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. കുഞ്ഞുവാവ ഡാൻസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാട്ടിനും ഡാൻസ് ചെയ്ത് ആൾ തകർത്ത് എൻജോയ് ചെയ്യുകയാണ്. ആൾക്കാരിന്ന് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്ത ആളുകൾ 2 പേരാണ്. ഇവർ 2 പേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കയറി എൻജോയ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അവർ ഡാൻസൊക്കെ കളിച്ച് എല്ലാം എൻജോയ് ചെയ്തു. അവർക്കതൊരു എന്തായാലും ഒരു നല്ലൊരു മെമ്മറി ആയിരിക്കും എന്നുറപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡാൻസിൻ്റെ പരിപാടികളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ജെട്ടിയിലേക്ക് അടുക്കുകയാണ് ബോട്ട്. ഇനിയിപ്പം അവിടെ പാർക്കിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിൽ നമുക്ക് സുരക്ഷിതമായിട്ട് കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മടുപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം എല്ലാവരും പതുക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോബിനും ഇടയ്ക്ക് ഇറങ്ങി വന്നു ബോട്ട് എടുക്കാറായപ്പോഴത്തേനും. അപ്പം എല്ലാവരും അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് തന്നെ പനാജി പാലം അടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം എല്ലാവരും അങ്ങനെ ഒരു നല്ലൊരു മൂഡിലായിരുന്നു. രാവിലത്തെ ആ പൈസ പോയതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി പിള്ളേരെ എൻജോയ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മലയാളി ഫാമിലിയിൽ ഉണ്ടായിരുന്ന അവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഡാൻസൊക്കെ കളിക്കാനൊക്കെ കൂടി അവരും എൻജോയ് ചെയ്തു. അവർ വേറെയും 1-2 പേര് ഇങ്ങനെ ഓൺലൈനിൽ പറ്റിക്കപ്പെട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും എല്ലാം വീണ്ടും ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കയറി. എന്തായാലും നിങ്ങൾ ചെറിയ രൂപയാണെങ്കിലും പോകുമ്പോൾ ഗോവയിൽ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അവരും പറയുന്ന അതോറിറ്റിയും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് പതുക്കെ പോന്നു. നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് കയറി. വളരെ നല്ല ഫുഡായിരുന്നു. ഗോവൻ ഫുഡ് ഏറ്റവും നല്ല, ഇതുവരെ അന്ന് ഞങ്ങൾ ചെന്നതിൽ ഗോവയിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടിയ ദിവസമായിരുന്നു. എല്ലാ ഗോവയുടേതായിട്ടുള്ള എല്ലാ രുചികളും ഞങ്ങൾ ആസ്വദിച്ചു. കുട്ടികൾ അവിടെയും പാട്ടിനനുസരിച്ച് അവിടെയും ഡാൻസാണ്. 2 ആൾക്കാർ അവർ ഫുൾ എൻജോയിങ് മൂഡിലാണ്. ഡാൻസ് നിർത്തി പോരുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം എന്തായാലും നമുക്ക് അടുത്ത ദിവസം ബീച്ചിലൊക്കെ പോകാനുള്ളത് കൊണ്ടും വീണ്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.